മലങ്കര ഓർത്തഡോക്സ് സഭയിൽ 4 മെത്രാന്മാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഓഗസ്റ്റ് 27-ന് മുളന്തുരുത്തിയിലാണ് മലങ്കര അസോസിയേഷൻ ചേരുന്നത്. മുളന്തുരുത്തിയിൽ ഒരുക്കങ്ങളും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പ്രചരിക്കുന്നത് കണ്ടു. ഈ ദിവസങ്ങളിൽ ദേവലോകം അരമനയിൽ നിന്ന് മെത്രാൻ കാൻഡിഡേറ്റിന് വേണ്ടി 56 നോമിനേഷൻ ഫോം വാങ്ങിയിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ഫോം വാങ്ങാനും സാധ്യതയുണ്ടെന്ന് കേട്ടു. ഒരുപാട് സന്തോഷം തോന്നി. അതേസമയം ചില ആശങ്കകളും. 4 പേരെ തെരഞ്ഞെടുക്കേണ്ട സമയത്ത് ഇവിടെ ബാക്കിയാവുന്നവരുടെ ഭാവി എന്താകും? ഇത്രയും അവിവാഹിത പട്ടക്കാരുള്ള സഭയിലാണല്ലോ ആശ്രമത്തിലേക്കും ദയറ പ്രസ്ഥാനത്തിലേക്കും ആളില്ല എന്നുള്ള മെത്രാന്മാരുടെ നിലവിളി എന്നോർക്കുമ്പോൾ അതിശയം തോന്നുന്നു. അടുത്തയാഴ്ച കോയമ്പത്തൂർ തടാകമാശ്രമത്തിൽ വെച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സന്യാസി സമ്മേളനം നടക്കുന്നു. അതിലേക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് ആകെ 20 സന്യാസിമാർ മാത്രമാണ്. സന്യാസിനിമാർ കൂടാതെ. എവിടെയോ ചില കണക്കുകൾ ശരിയാകുന്നില്ല. സഭയുടെ കെട്ടുറപ്പിന് അടുക്കും ചിട്ടയുമുള്ള ഒരു ആശ്രമത്തിൽ ചേർന്ന് അവിടുത്തെ ജീവിത രീതിക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ച് വിധേയപ്പെട്ട് പരിശീലനം നേടിവരുന്ന ആളുകളില്ലെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പണ്ടൊക്കെ ആശ്രമങ്ങളിൽ കഴിയുന്ന വൈദികരെ മാത്രമേ മെത്രാന്മാരാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിക്കാത്ത സ്വന്തം വീട്ടിലോ നാട്ടിലോ കാട്ടിലോ ഏത് ദേശത്തോ ഉള്ള ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ആശ്രമത്തിൽ പോകണമെന്നില്ല. അതുകൊണ്ടാണ് ആശ്രമങ്ങളിൽ സന്യാസിമാരില്ലാത്തത്. അതിനാരാ കുറ്റക്കാർ? മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഈ പരിശീലനത്തിന്റെ കുറവ് പല ശുശ്രൂഷ വേളകളിലും വിശുദ്ധ കുർബാനയ്ക്കിടയിലും മാത്രമല്ല, ഹൗദുമാലാക ആഘോഷ സമയത്ത് പോലും നമ്മൾ കണ്ടു. എന്താണ് നമ്മുടെ പ്രശ്നം? പൗരോഹിത്യത്തിലേക്ക് വരുന്ന ഒരാൾക്ക് വിവാഹിത പട്ടത്വമോ അവിവാഹിത പട്ടത്വമോ തെരഞ്ഞെടുക്കാം. എന്നാൽ അവിവാഹിത പട്ടത്വം മതി എന്ന് തെരഞ്ഞെടുക്കുന്നയാളിന് സഭ എന്ത് പരിശീലനം നൽകുന്നു? ആലോചിക്കേണ്ട വിഷയമാണ്. മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വ്യക്തിക്ക് ശാരീരിക മാനസിക പരിശോധന നടത്തുന്നു. എന്നാൽ സന്യാസ പരിശീലനം ഏതു വിധത്തിൽ ലഭിച്ചു എന്ന് നോക്കണ്ടേ? നോവിഷിയേറ്റ് കാലം എഴുതാൻ നമ്മുടെ നോമിനേഷൻ ഫോമിൽ കോളമുണ്ടോ? നോവിഷിയേറ്റ് മാസ്റ്റർ ആരാണ് എന്ന് ചോദ്യമുണ്ടോ? ഇനി ആശ്രമത്തിൽ നിന്നായാൽ എന്താണ് അവിടെ നൽകുന്ന പരിശീലനം? ആരാണ് അത് നൽകുന്നത്? മൗണ്ട് താബോർ ദയറയിലും ബഥനിയിലും ഒക്കെ നോവിഷിയേറ്റ് കാലം എന്നൊരു പരിശീലന കാലഘട്ടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ സമയം അവിടെ നിന്ന് പുറത്തു പോകില്ല. ആരെയും കാണാൻ അനുവാദമില്ല. എഴുത്തു വന്നാൽ ഗുരു വായിച്ച ശേഷം മാത്രം കൊടുക്കും. ചിലപ്പോൾ കൊടുക്കില്ല. സന്ദർശകർക്ക് അനുവാദമില്ല. ഈ നോവിഷിയേറ്റിലേക്ക് പ്രവേശനം നൽകുന്നത് പട്ടംകൊട ശുശ്രൂഷ പോലെ തലയിൽ നിന്ന് മുടി കത്തിരിച്ച് ദീർഘമായ പ്രത്യേക ശുശ്രൂഷയിലൂടെയാണ്. ഈ 3 വർഷത്തെ നോവിഷിയേറ്റ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും അവസാനിക്കുമ്പോഴും ഓരോ മാസത്തെ പൂർണ്ണ മൗനവ്രതമുണ്ട്. കൂടാതെ ഈ പ്രത്യേക പരിശീലന സമയത്ത് എല്ലാ ബുധനും വെള്ളിയും ഉപവാസത്തോടൊപ്പം മൗനം ആചരിക്കണം. ഇതൊക്കെ അല്പം കഠിനമല്ലേ? ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ ഒരു അതുണ്ടായിരുന്നിടത്തോളം മാത്രമാണ് ഈ പ്രസ്ഥാനങ്ങളുടെ മഹത്വം. ഇതൊരു പരുവപ്പെടലാണ്. പണ്ട് പരിശുദ്ധ മാത്യൂസ് തിദിയൻ ബാബ തിരുമേനി ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവിവാഹിത പട്ടത്വം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ബാങ്കിൽ ആര് നോമിനിയാക്കുമെന്ന്. ഓരോ മെത്രാച്ചന്മാരും തങ്ങളുടെ കാല തിരുമാൻ കുറച്ചുപേരെ കൂടെ നിർത്താൻ തക്കവണ്ണം ഓരോ ചെറിയ ദയറകൾ തുടങ്ങുന്നതും നല്ലതാണെന്ന് കരുതുന്നില്ല. സഭയ്ക്ക് കാലങ്ങളായി നിലവിലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ ചേർത്ത് അവയുടെ വളർച്ചയ്ക്കൊപ്പം നിൽക്കാനാണ് പിതാക്കന്മാർ ശ്രമിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ വരുമ്പോൾ എണ്ണം കൂടും, പക്ഷെ മേന്മയില്ലാതെ പോകും. പണ്ട് KM മാണി പറഞ്ഞതുപോലെ വളരും തോറും പിളരും, പിളരും തോറും വളരും എന്നുള്ള ഏർപ്പാട് പോലെ ചിന്തിക്കരുത്. എഴുതപ്പെട്ട നിയമങ്ങൾ ഉള്ളതും സഭയിൽ അംഗീകാരമുള്ളതുമായ ഒരു ആശ്രമ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാതെ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അരമനയിൽ ഒരു മെത്രാന്റെ ഒപ്പം നിന്നു എന്ന് മാത്രമുള്ള പരിഗണന ഒരാൾ ഈ ആശ്രമത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കൊപ്പം നിന്ന് വളർന്നവരോട് തുല്യമായി കാണരുത്. ഒരു കുരുമുണ്ടും ഇടക്കെട്ടും മൊട്ടത്തലയുമായി പഠിക്കാൻ പോകുന്ന ഒരു ബ്രദറിന്റെ അനുഭവം ഒന്നും പറഞ്ഞാൽ തീരില്ല. യൗവനത്തിൽ അങ്ങനെ ജീവിച്ച് പരിശീലനം കിട്ടിവരുന്ന ആശ്രമത്തിലെ ഒരു അംഗത്തെയും സ്വന്തം നിലയിൽ സ്വന്തം ഇഷ്ടം പോലെ അല്ലെങ്കിൽ ഒരു മെത്രാന്റെ ഇഷ്ടത്തിന് ജീവിച്ച്
ഇന്നലെ വരെ കാളയും പോത്തും കഴിച്ച് സ്വന്തം ഇഷ്ടം പോലെ നടന്ന ഒരാളെയും ഒരേപോലെ എണ്ണരുത്. ആശ്രമങ്ങളിൽ ആളില്ലെങ്കിൽ 4 മെത്രാന്മാർ കഴിഞ്ഞ് ബാക്കി വരുന്നവരെ പല ആശ്രമങ്ങളിലാക്കിയാൽ ആശ്രമങ്ങളും വളരും, സഭയും വളരും. അടുത്ത അവസരം വരുമ്പോൾ ഇവർക്ക് കിട്ടും. കിട്ടാത്തവർ ആശ്രമത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാൻ ആളുകൾ കുറയും. അതുകൊണ്ട് ഇനിയെങ്കിലും ആശ്രമങ്ങൾ അന്യം നിന്ന് പോകാതിരിക്കാനെങ്കിലും സഭാ നേതൃത്വം കണ്ണു തുറക്കണം.